മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എപ്പോഴെല്ലാം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് മസ്ജിദുൽ അഖ്സ പൂർണ്ണാധികാരത്തോടെ കിട്ടിയോ അപ്പോഴെല്ലാം മുസ്ലിം നേതാക്കന്മാരും അനുയായികളും അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരായിരുന്നു. അവർ രാഷ്ട്രീയമായി ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായിരുന്നില്ല. നയതന്ത്രപരമായി ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായിരുന്നില്ല. ആയുധം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായിരുന്നില്ല. എപ്പോഴെല്ലാം മസ്ജിദുൽ അഖ്സ വിശ്വാസികളുടെ കയ്യിലേക്ക് പൂർണ്ണാധികാരത്തോടെ കിട്ടിയോ അപ്പോഴെല്ലാം മുസ്ലിങ്ങൾ ആത്മീയമായി ഉയർന്നവരായിരുന്നു. എപ്പോഴെല്ലാം മുസ്ലിംകളുടെ കയ്യിൽ നിന്ന് മസ്ജിദുൽ അഖ്സ നഷ്ടമായി പോയോ അപ്പോഴെല്ലാം മുസ്ലിങ്ങൾ ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയുമല്ലോ മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് അഖ്സ പട്ടണത്തിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും അധികാരം കൈമാറുന്ന നേരം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെയാണ് അഖ്സ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ പക്കൽ ആടയാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ജാടയും ഭൗതികമായ മൂടികളും ഉണ്ടായിരുന്നില്ല. ആയുധശക്തിയോ സൈനിക ബലമോ എന്ന് പറയാനുണ്ടായിരുന്നില്ല. മദീനയിൽ നിന്ന് ഒരു വാഹനപ്പുറത്ത് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു മൃഗത്തിന്റെ പുറത്ത് തന്റെ ഭൃത്യനോടൊപ്പം ഊഴം വെച്ചുകൊണ്ട് യാത്ര ചെയ്തു വരികയായിരുന്നു. 7 കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിച്ച കുപ്പായം ധരിച്ചുകൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു റോമിലെ ഭരണാധികാരികളും ക്രൈസ്തവ യൂറോപ്പിന്റെ പാത്രിയാർക്കീസുമാരും കാത്തു നിൽക്കുകയാണ്. ആരാണ് വരുന്നത്? ലോകം മുഴുവനും പേരുകേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന അറേബ്യയിലെ ഭരണാധികാരിയാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. പ്രമുഖരായ സ്വഹാബികൾ പലരുമുണ്ട്. മസ്ജിദുൽ അഖ്സ മോചിച്ചു കിട്ടുമ്പോൾ വാങ്ങുകൊടുക്കാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അക്കാലത്ത് സിറിയയിലാണുള്ളത്. അങ്ങനെ എല്ലാമുള്ളൊരു ഭൂമികയിലേക്കാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയാണ്. ലോകത്തെ 23ഓളം വരുന്ന രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെ അവസാന വാക്കായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത് കാത്തു നിൽക്കുമ്പോൾ അങ്ങകലെ നിന്ന് ഒട്ടകപ്പുറത്തൊരാളുണ്ട്. കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് മറ്റൊരാളുമുണ്ട്. കാത്തു നിൽക്കുമ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങളുടെ ഖലീഫ വരുന്നുണ്ടെന്ന്. എല്ലാവരും ആവേശപൂർവ്വം ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന് കരുതി അങ്ങോട്ടടുത്തു ചെല്ലുമ്പോൾ അന്ന് യൂറോപ്പിലെ പോപ്പുമാര് മുഴുവനും വലിയ പ്രൗഢിയിലുള്ള വേഷം ധരിച്ചിട്ടുണ്ട്. സമ്പന്നതയുടെ മുഴുവൻ അടയാളങ്ങളുമുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനും നല്ല പ്രൗഢിയുള്ള ഒരു കുപ്പായം അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വീകരിക്കാൻ നിൽക്കുന്ന അംബാസഡറാണ്, ഗവർണറാണ്. അങ്ങനെ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാത്തു നിൽക്കുമ്പോൾ എല്ലാവരും വാഹനപ്പുറത്തുള്ള ആളെ സ്വീകരിക്കാൻ ഓടിയെടുക്കാൻ നേരം അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫ അതല്ല, ഞങ്ങളുടെ ഖലീഫ ആ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ടുവരുന്നയാളാണ്, വാഹനപ്പുറത്തിരിക്കുന്നയാളല്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി അടുത്ത് ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ആലിംഗനം ചെയ്തിട്ട് ചോദിച്ചു, അല്ല ഉമറേ, അല്ലയോ ഖലീഫ, നിങ്ങൾക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ? ഒരു പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ? ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുകയല്ലേ? ഭൃത്യൻ ചോദിച്ചു, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ
എന്റെ ഊഴമാണെങ്കിലും നിങ്ങളാണ് വാഹനപ്പുറത്തിരിക്കേണ്ടത്, നിങ്ങളെയാണ് കാത്തു നിൽക്കുന്നത് എന്ന്. അതൊന്ന് സ്വീകരിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലയോ അബൂ ഉബൈദ, നിങ്ങൾ തന്നെ എന്നോട് ഇത് ചോദിച്ചല്ലോ. നിങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ എന്നോട് ഇത് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം എന്താണ്? അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ടല്ലേ നമുക്ക് പ്രതാപം നൽകിയത്. നമ്മൾ പണം കൊണ്ട് നേടിയവരല്ല, പത്രാസ് കൊണ്ട് നേടിയവരല്ല, ജാട കൊണ്ട് നേടിയവരല്ല. നമ്മുടെ ഉള്ളിലുറച്ച ഒരു വിശ്വാസത്തിന്റെയും നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ച ഈമാനിന്റെ മുദ്രകളുടെയും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളുടെ മഹാത്മ്യവും കൊണ്ടല്ലേ ലോകത്തുള്ള സാമ്രാട്ടുക്കളും സാമ്രാജ്യ ശക്തികളും മുഴുവനും നമ്മളെ അനുസരിച്ചു വന്നത്. അബൂ ഉബൈദ, നിങ്ങളെന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും മൂല്യമുള്ള ഒരു കുപ്പായം നിങ്ങൾ അണിഞ്ഞു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രതികരണം. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞാൻ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ധരിച്ചതല്ല, ഇതിനോടുള്ള കമ്പം കൊണ്ട് അണിഞ്ഞതല്ല, മറിച്ച് അവര് നിർബന്ധിച്ച് ധരിപ്പിച്ചപ്പോൾ അങ്ങ് ധരിച്ചു പോയതാണ്. പിന്നെ അവരെന്തെങ്കിലും കൗശലം കാണിച്ചാലോ എന്ന് കരുതി സാധാരണ നമ്മൾ കൊണ്ടു നടക്കുന്ന ആയുധം വെക്കാനും സൗകര്യമുള്ളതായതുകൊണ്ട് ഞാനിത് വെച്ചതാണ് മറന്നവരെ. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സമാധാനമായത്. അഖ്സ പട്ടണത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു. വിജയശ്രീലാളിതരായി കടക്കുന്ന നേരത്ത് ചോദിച്ചു, അല്ല, ഇവിടെയുള്ള യഹൂദികൾ പുണ്യം കൽപ്പിക്കുന്ന ആ നിർമ്മിതി എവിടെയാണ്? ജൂതന്മാരായ ആളുകൾ മഹത്വം കൽപ്പിക്കുന്ന ആ സ്ഥലം ഏതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു. അപ്പോൾ ക്രൈസ്തവ യൂറോപ്പിന്റെ പ്രതിനിധികൾ പറഞ്ഞു, അക്കാണുന്ന സ്ഥലമാണ്, അഥവാ അവിടെയുള്ള ചപ്പുകുപ്പകൾ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമാണ്. വേറെ ഒന്നും നോക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ അധികാരത്തിന്റെ സമയത്തും അണിഞ്ഞുകൊണ്ടിരുന്ന വസ്ത്രം പോലും മാറ്റാതെ ആ വേസ്റ്റുകൾ മാറ്റാൻ വേണ്ടി അങ്ങ് നടന്നു നീങ്ങുമ്പോൾ സ്വഹാബികൾ മുഴുവനും കൂടെ ചൊല്ലുകയാണ്, താബിഉകൾ കൂടെ നീങ്ങുകയാണ്. യഹൂദികളായ ആളുകളും മഹത്വം കൽപ്പിക്കുന്ന സ്ഥലം വൃത്തിയാക്കി കൊടുക്കുകയാണ്. അഖ്സ പട്ടണത്തിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൊലി മുഴങ്ങി. എപ്പോഴായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന നീതിമാനും സാത്വികനുമായ ഭരണാധികാരി ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് അഖ്സ നഷ്ടമായി പോയത്? അവിടെയാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് അഖ്സ നഷ്ടമായി പോയത് എന്ന് ചോദിച്ചാൽ, അമവി ഭരണാധികാരികളും അബ്ബാസി ഭരണാധികാരികളും ആത്മീയതയിൽ നിന്ന് മാറി ഭൗതികമായ ജാടയിലേക്ക് വന്നപ്പോൾ ഈമാനും ചിട്ടയൊത്ത ജീവിതവും അവരുടെ കയ്യിലുണ്ടായിരുന്നപ്പോ ഓരോ ദിവസവും അമവികളുടെ കയ്യിലേക്ക് ലോകം വലുതാവുകയായിരുന്നു. യൂറോപ്പ് മുഴുവനും മുസ്ലിങ്ങൾ ഭരിച്ച ഒരു കാലമുണ്ടായി. യൂറോപ്പ് മുഴുവനും നമ്മൾ ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും അങ്ങനെ തുടങ്ങിയുള്ള യൂറോപ്യൻ പ്രവിശ്യകൾ മുഴുവനും മുസ്ലിം ഭരണാധികാരികളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കാലം. കാരണം അവരുടെ കയ്യിലുള്ള വിശ്വാസത്തോടുള്ള ദാർഢ്യതയാണ്, ഈമാനിനോടുള്ള ശക്തിയാണ്, സൽക്കർമ്മങ്ങളോടുള്ള ശ്രദ്ധയാണ്. ഇത് വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ലോകശക്തികൾ മുഴുവനും തലകുനിക്കുകയായിരുന്നു. കരയിലൂടെ കപ്പൽ വലിച്ചു കൊണ്ടുപോയി കടലിൽ ഇറക്കിയ ഒരു ചരിത്രം പറയാനുണ്ടെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കിയ മുഹമ്മദുൽ ഫാത്തിഹ് തങ്ങളുടെ ചരിത്രത്തിലല്ലാതെ അങ്ങനെ ഒരു അധ്യായം വായിക്കാൻ കഴിയില്ല.
ഫാത്തിഹുൽ ഖുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ജയം നേടിയെടുത്ത മഹാനവറുകളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലുള്ള ആയുധം തന്നെയായിരുന്നു അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസം. അനാചാരങ്ങളോടുള്ള എതിർപ്പ്, ശരിയായ ആചാരങ്ങളോടുള്ള ആദരപൂർവമുള്ള സമീപനം, ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അവരെ തോൽപ്പിക്കാൻ ആരും ഉണ്ടായില്ല. അതേ സമയത്ത് അമവി ഭരണാധികാരികളുടെയും അബ്ബാസി ഭരണാധികാരികളുടെയും അവസാന കാലത്തെ രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും സുഖലോലുപന്മാരായി തെരുവിൽ ഇറങ്ങി ആറാടാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നു എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഒന്നൊഴിയാതെ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി. അവിടെയുള്ള ഒരു പള്ളികളും അവര് ബാക്കിയാക്കിയില്ല. ഈ ചരിത്രം എന്തിനാ? നമുക്കിന്ന് വായിച്ചിട്ടിരുന്ന് ആലോചിക്കാനാ. ഇന്ന് നമുക്ക് വായിച്ചിട്ടിരുന്ന് ആലോചിക്കാനാണ്. കഴിഞ്ഞകാല യൂറോപ്പിന്റെയും കൊർദോവയുടെയും ചരിത്രം പഠിച്ചു നോക്കാനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരും ജൂത സഹോദരന്മാരും മുസ്ലിങ്ങളും പ്രതാപത്തോടുകൂടി ജീവിച്ച കാലമാണ് മുസ്ലിം സ്പെയിനിന്റെ കാലമെന്ന് ക്രൈസ്തവ യൂറോപ്പിന്റെ എഴുത്തുകാര് തന്നെ എഴുതി വെക്കുകയാണ്. വിശാലമായൊരു വിഷയമാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റവും പ്രതാപത്തോടെ ജീവിച്ച കാലം അത് മുസ്ലിം സ്പെയിനിന്റെ കാലമായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല, ആരാധനാലയങ്ങൾ മുഴുവനും കയ്യേറ്റം ചെയ്യപ്പെടുകയും പള്ളികൾ മുഴുവനും അനാഥമാവുകയും അവസാനം ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു റോം. ഏത് ബൈത്തുൽ മുഖദ്ദസാണ്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലേക്ക് അധികാരമേൽപ്പിക്കപ്പെട്ട അഖ്സ പട്ടണത്തിലേക്ക് റോമ ഇരച്ചു കയറുകയും അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. അപ്പൊ സൈനിക മേധാവിയോട് പട്ടാളക്കാർ ചോദിച്ചു, എല്ലാവരെയും കൊല്ലാൻ ഓർഡർ ഇട്ടാൽ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ക്രൈസ്തവരും ജൂതന്മാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ എല്ലാവരെയും കൊന്നുകൊള്ളുക, പിന്നെ ദൈവം തീരുമാനിച്ചുകൊള്ളും ആരെ സ്വീകരിക്കണം. അങ്ങനെയായിരുന്നു മറുപടി പറഞ്ഞത്. അങ്ങനെ അഖ്സ പട്ടണം അവര് ജയിച്ചടക്കുന്ന നേരത്തല്ലെങ്കിൽ പിടിച്ചടക്കുന്ന നേരത്ത് ഞെരിയാണി വരെ രക്തം കെട്ടി നിൽക്കുന്ന ഒരു രംഗത്തൂടെയായിരുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അഖ്സ പട്ടണത്തിലേക്ക് യൂറോപ്പ് തിരിച്ചു വന്ന് കയറിയത്, ഇരച്ചു വന്ന് കയറിയത്. എല്ലാ അധികാരങ്ങളോടെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു അത്. എന്ന് മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നടന്ന് നീങ്ങിയാൽ അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നടന്നെത്താവുന്ന സ്ഥലത്ത് ക്രൈസ്തവരുടെ ഒരു കനീസയുണ്ട്. കനീസത്തുൽ ഖിയാമ എന്ന ക്രൈസ്തവ ചർച്ചുണ്ട്. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോൾ അവിടെയും പോയിട്ടുണ്ട്. ആ ക്രൈസ്തവ ചർച്ചിന്റെയും താക്കോൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ആ താക്കോൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഒരു കുടുംബത്തെ ഏൽപ്പിച്ചു. ഇന്നും പാരമ്പര്യമായി ആ കുടുംബം തന്നെയാണ് ആ ചർച്ചിന്റെ താക്കോലും കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ഉജ്ജ്വലമായ ചരിത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മളെ മുഴുവനും കഷ്ടനഷ്ടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയത് നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആറാടിയപ്പോഴാണ്. പണത്തിന്റെയും പ്രതാപത്തിന്റെയും ജാടകളുടെയും ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും എല്ലാം വികാര അഭിനിവേശങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല, പ്രയാസമുണ്ടായിരുന്നില്ല. അന്ന് പക്ഷേ ഒരാൺകുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയുമോ? ഇമാദുദ്ദീനു സിംഗി എന്ന് പറയുന്ന ഭരണാധികാരിയാണ്.
ആ ഇമാദുദ്ദീൻ സിങ്കി റളിയല്ലാഹു അൻഹു ആത്മീയതയുള്ള ഭരണാധികാരിയാണ്. സൽജൂഖ് വംശത്തിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയെങ്കിലും ആദ്യത്തെ അധ്യായം ഓപ്പൺ ചെയ്തപ്പോഴേക്ക് മാനവറുകൾ കൊല്ലപ്പെട്ടു പോയി. അതിന് കാരണക്കാരെന്ന് മുസ്ലിം ലോകത്ത് തന്നെ വന്ന പിഴച്ച വിശ്വാസമുള്ള ഫാത്തിമിയാക്കളായിരുന്നു. എന്നാൽ മഹാനായ ഇമാദുദ്ദീൻ തങ്ങളുടെ പിൻഗാമിയായ നൂറുദ്ദീൻ സിങ്കി റളിയല്ലാഹു അൻഹു വന്നു. ആ നൂറുദ്ദീൻ സിങ്കി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെയാ മോചിപ്പിക്കുക എന്ന് ആലോചിച്ച് വലിയ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുകയാണ്. നാളെ ഏതെങ്കിലും ഒരു ദിവസം ഈ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കണം, എന്നിട്ട് അവിടെ ഖുത്ബയോദണം, അവിടെ മിമ്പർ ഉണ്ടാവണം. അതിനുവേണ്ടി മിമ്പർ പണി കഴിപ്പിച്ചു വെച്ചു നൂറുദ്ദീൻ സിങ്കി തങ്ങൾ. ആരായിരുന്നു നൂറുദ്ദീൻ? ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി, തഹജ്ജുദ് മുടക്കാത്ത മഹാൻ, ദിക്ർ ഔറാദുകൾ പതിവാക്കുന്ന മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് അക്രമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ അണ്ടർഗ്രൗണ്ടിലൂടെ തുരങ്കമുണ്ടാക്കിയപ്പോൾ നൂറുദ്ദീൻ സിങ്കി തങ്ങളെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അവരെ പിടിക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആ നൂറുദ്ദീൻ സിങ്കി തങ്ങൾ സ്വപ്നം കണ്ട് കഴിഞ്ഞു, ഈ ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് മോചിപ്പിക്കണം. പക്ഷേ അധികം വൈകാതെ മഹാനവറുകളും വഫാത്തായി പോയി. അപ്പോഴും ഒരു ആൺകുട്ടി ബാക്കിയുണ്ടായിരുന്നു. അതാരാണ്? സുൽത്താൻ സലാഹുദ്ദീൻ എന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഫാത്തിമീയത്തിന്റെ അക്രമങ്ങൾ മുഴുവനും അവസാനിപ്പിച്ച ധീരനായ പട്ടാള മേധാവി സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഈ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാതെ അടങ്ങിയിരിക്കാൻ പറ്റൂല. അതിനെന്താ ചെയ്തതെന്നറിയോ? ഒരു വഖത്തും ജമാഅത്ത് മുടക്കിയില്ല. ഒരു വഖത്തും ജമാഅത്ത് മുടക്കിയില്ല. 40 വർഷം ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന മഹാൻ, 40 കൊല്ലം തഹജ്ജുദ് മുടങ്ങാത്ത മഹാൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നിട്ട് പോലും മരണപ്പെടുന്ന സമയത്ത് കഫൻ പുടവയ്ക്കുള്ള സ്വത്ത് പോലും സ്വന്തമുണ്ടായിരുന്നില്ല. മഹാനവറുകൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ നാട്ടിലുള്ള ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ പാരായണം ചെയ്തു. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് എന്ന ആയത്തെത്തിയപ്പോഴാണ് മഹാനവറുകൾ വഫാത്തായി പോയത്. ആ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഈജിപ്തിലെയും സിറിയയിലെയും പരിസരത്തുള്ള മുഴുവൻ ഭരണകൂടത്തിന്റെയും ആളുകളെ നേരിട്ട് സന്ദർശിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ഞാനൊരു പരിശ്രമത്തിനിറങ്ങുകയാണ്. മഹാനവറുകൾ അവരെ മുഴുവനും ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത കാലത്തെങ്ങാനും ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടുമോ എന്നറിയാൻ മഹാനവറുകൾ ചെയ്ത പണി എന്താണെന്നറിയോ? വെളുപ്പാങ്കാലത്ത് മുസ്ലിം ഗല്ലികളിലൂടെ നടന്നു നോക്കി, മുസ്ലിം വീടുകളിൽ വിളക്ക് തെളിഞ്ഞിട്ടുണ്ടോ? അപ്പൊ വീടുകളൊന്നും ഉണർന്നിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഗല്ലികളിലൂടെ നടന്നു നോക്കി. അവിടെ തഹജ്ജുദിന്റെ സമയത്ത് വീടുകൾ ഉണർന്നു കണ്ടില്ല. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടാൻ പോണില്ല. ഇങ്ങനെയുള്ള ഒരു ജനതയാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാനാവില്ല. മഹാനവറുകൾ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വഹാബത്തിനോട് പറഞ്ഞതെന്തായിരുന്നു? അല്ലാഹുവിൽ തവക്കുലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതറാതെ ചിതറാതെ നിൽക്കാനുള്ള കാരണം അല്ലാഹുവിലുള്ള ഇഅ്തിമാദാണ്.
അല്ലാഹുവിനുള്ള ആശ്രയമാണ്. സുറാഖത്ത് ഇബ്നു മാലിക് തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിജ്റയുടെ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ ഹിജ്റ പോകുന്ന നേരത്ത് സുറാഖത്ത് ഇബ്നു മാലിക് എന്നവർ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിൽക്കാലത്ത് സ്വഹാബിയാണ്. ഞാൻ ആ വാഹനത്തെ പിന്തുടരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ബേജാറുമില്ല, യാതൊരു പേടിയുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യൽതഫിതു കസീറൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിക്കുമോ. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കണില്ല, ഖുർആൻ ഓതുകയാണ്. ഇടയ്ക്ക് വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഖദ് ജാഅത് ത്വലബു യാ റസൂലല്ലാഹ്. അല്ലയോ അല്ലാഹുവിന്റെ ദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ തേടിയിറങ്ങിയ മുശ്രിക്കീങ്ങൾ എത്തിയിട്ടുണ്ട്, നമ്മളെ കടന്നു പിടിക്കും നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഓ അബൂബക്കറേ റളിയല്ലാഹു അൻഹു, പേടിക്കണ്ട, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. സിദ്ദീഖേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, ഒന്നും ബേജാറാവില്ല. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്, പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആധുനിക ലോകത്തെ മുസ്ലിങ്ങൾ എത്തണം. അല്ലാതെ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിജീവിക്കാനാവില്ല. ഇസ്ലാം ഇന്നും ഇന്നലെയും ഉണ്ടായ മതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഹിജ്റ കഴിഞ്ഞിട്ട് തന്നെ 1447 കൊല്ലമായി. ഈ 1.5 സഹസ്രാബ്ദത്തോളമുള്ള കാലത്തിനിടയിൽ ഇറാഖിന്റെ ചരിത്രം കഴിഞ്ഞു, അങ്കാറയുടെ ചരിത്രം കഴിഞ്ഞു, സ്പെയിനിന്റെ ചരിത്രം കഴിഞ്ഞു, മുഗളന്മാരുടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ചെങ്കിസ് ഖാന്റെ തേരോട്ടങ്ങൾ കഴിഞ്ഞു. അക്രമികൾ പലരും ഈ സമുദായത്തെ നശിപ്പിക്കാൻ വന്ന കാലങ്ങളുടെ ചരിത്രം കഴിഞ്ഞുപോയി. ആ ചരിത്രങ്ങൾ വായിച്ച് മടക്കി വെക്കാനുള്ളതല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണിത്. നമ്മൾ ഏതോ ലോകത്ത് ജീവിക്കുകയാണ്, നമ്മൾ ആർഭാടങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു യുദ്ധവും ഇല്ലാതെ ഒരു രാഷ്ട്രത്തെ കീഴൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നിവാസത്തിന്റെ കവാടം തുറന്നു കൊടുത്താൽ മതി. ഇത് നമ്മളൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? എല്ലാ അനാവശ്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ല, ആ രാജ്യം തോറ്റുകൊള്ളും. നമ്മുടെ പുതിയ തലമുറ ഇന്നെവിടെ? നമ്മൾ ഇന്നെവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ സമുദായത്തിന്റെ യുവതീ യുവാക്കൾ ഇന്ന് കംപ്ലീറ്റ് ലിബറലിസത്തിന്റെ ശൈലിയിലേക്ക്, നിയോ ലിബറലിസത്തിന്റെയും എക്സ്ട്രാ ലിബറലിസത്തിന്റെയും ലോകത്തേക്ക്, ഏതും എന്തും എവിടെയും എങ്ങനെയും എപ്പോഴും ചെയ്യാം, ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. ഏതു തെരുവിലും ഈ സമുദായത്തിന്റെ പെൺകുടികൾ ആറാടി നൃത്തം ചെയ്യുന്ന കാലം വന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ആയുധത്തിന്റെയും ആവശ്യമില്ല. നമ്മൾ തോറ്റു തൊപ്പിയിടും ഇങ്ങനെ പോയാൽ. ആരും ബോംബിടുകയൊന്നും വേണ്ട, ആരും വെട്ടിക്കൊല്ലുകയും വേണ്ട. ഒരു സമുദായം നശിക്കണമെങ്കിൽ അശ്ലീലതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. ഇതാരാണ് പറയുന്നത്? ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്ന അഭിമാനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. മഹാനവറുകളെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് സ്വതന്ത്രമായി അഥവാ എല്ലാ ഫ്രീഡവും നിങ്ങളുടെ തലമുറയ്ക്ക് അനുവദിച്ചു കൊടുത്താൽ പിന്നെ അവർ വഴിവിട്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന കാലം വന്നാൽ
ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് സ്വയം ആലോചനയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കുന്നു. ഇന്ന് നമ്മളിൽ എത്ര ആളുകൾ അൽ കഹഫ് പാരായണം ചെയ്തു? പാരായണം ചെയ്യാത്തവരോട് ഞാൻ ചോദിക്കുന്നു, നമുക്കതിന് സമയം കിട്ടാത്തത് കൊണ്ടാണോ ഓതാതിരുന്നത്? ഇന്ന് എവിടെ പള്ളികളിലെത്തിയാലും നമ്മൾ കാണുന്നത് എന്താ? അവസാന നിമിഷം പള്ളിയിലേക്ക് വരും, സലാം വീട്ടിയാൽ ഉടനെ ചാടി പുറത്തിറങ്ങും. പുറത്തിറങ്ങിയാൽ പിന്നെ തിരക്കുകളില്ല, പള്ളിയിൽ ഇരിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. നമ്മുടെ പള്ളികൾ തകർക്കപ്പെട്ടത് എപ്പോഴാണ്? മുസ്ലിം സമുദായത്തിന് പള്ളിയിൽ വരാൻ നേരമില്ലാതിരുന്നപ്പോൾ. എപ്പോഴാണ് നമ്മുടെ ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെട്ടത്? നമ്മളതിന് വേണ്ടതുപോലെ പരിഗണന നൽകാതിരുന്നപ്പോൾ. മാനം മുട്ടുന്ന രമ്യകർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല. വെള്ളിയാഴ്ച ഒരു 12 മണിക്കെങ്കിലും പള്ളിയിലേക്ക് വന്ന് അൽ കഹഫ് പാരായണം ചെയ്ത് സ്വലാത്ത് ചൊല്ലിയിരുന്ന ഒരു പാരമ്പര്യമുണ്ട് നമുക്ക്. ആ പാരമ്പര്യം നമ്മുടെ കാവലിന്റെ അടയാളമാണ്. ഇന്ന് നേരമുണ്ടോ? പണ്ടൊക്കെ പള്ളികളിൽ ജുമുഅ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതി മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കും. ആളുകൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഉസ്താദുമാരും കമ്മിറ്റിക്കാരും നിർത്തിവെച്ചു. നമുക്ക് വേണ്ട, മരിച്ചുപോയ വാപ്പാന്റെ പേര് ദുആ വേണ്ട എന്നാ വേണ്ട, ഫാത്തിഹ വേണ്ട എന്നാ വേണ്ട. നമുക്ക് ഓർമ്മയുള്ള ഈ അവസാന കാലം, അടുത്ത കാലം വരെ നമ്മുടെ നിരവധി പള്ളികളിൽ ഉണ്ടായിരുന്നില്ലേ 7 ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഓതിയിട്ട് ദുആ ചെയ്യുന്നത്? മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആചാരമുണ്ടായിരുന്നു, ശൈലിയുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും ആ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി ആ ഖബർസ്ഥാനിൽ കിടക്കുന്നവർക്കൊരു ദുആ. നിസ്കാരത്തിന് ശേഷമുള്ള ദുആയ്ക്ക് പോലും നേരമില്ല, പിന്നല്ലേ ഇനി ഫാത്തിഹ ഓതി ദുആരക്കാൻ നേരം. ഇങ്ങനെ നമ്മൾ ആത്മീയതയിൽ നിന്ന് ഒരുപാട് വിദൂരത്തേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിദൂരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നത് തിരിച്ചറിയാതെ പോകരുത്. നമ്മൾ നാൾക്കുനാൾ ഒരുപാട് പ്രതിസന്ധികളുടെ മുമ്പിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ലോകത്ത് കൊല്ലപ്പെടുമ്പോഴും അരുതെന്ന് പറയാൻ പോലും ലോകത്ത് ആരുമില്ല. ഫലസ്തീനിലെ കുരുന്നുമക്കൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യാതൊരു ന്യായവും നീതിയുമില്ലാതെ കൊല ചെയ്യപ്പെട്ടപ്പോഴും അരുത് കാട്ടാളാന്ന് പറയാൻ ആർജവമുള്ള ഒരാൾ ഈ ലോകത്തില്ലാതെയായി പോയി. നമ്മൾ ആലോചിക്കണം. ഞങ്ങൾ ഒരിക്കൽ മസ്ജിദുൽ അഖ്സയിൽ പോകാൻ വേണ്ടി ഫലസ്തീനിൽ ചെന്നു. ഹോട്ടലിൽ നിന്ന് രാവിലെ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ പോവാൻ ഇറങ്ങാ. അപ്പോഴാണ് ഹോട്ടലിന്റെ കൗണ്ടറിലിരിക്കുന്ന ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്തേന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ മഹാരാജ്യമെന്ന വിദൂര രാജ്യത്ത് നിന്ന് വന്നിട്ട് ഈ മസ്ജിദുൽ അഖ്സയിൽ നമ്മുടെ ഖിബലയായിരുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവല്ലേ? ഞാൻ ഫലസ്തീൻകാരനാണ്, എനിക്കെങ്ങനെ വരാനുള്ള അവകാശമില്ല. ഈ ഒരു പാരതന്ത്ര്യത്തിന്റെ നോവിലാ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ 1000-കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ നിസ്കരിക്കാൻ പോകുന്നു. അൽഹംദുലില്ലാഹ്, അയൽവാസികളായ ഞങ്ങൾക്ക് ഇവിടെ ചെന്ന് കയറാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഫലസ്തീൻകാരൻ കരയുന്നത് നേരിട്ട് കാണുമ്പോഴാ പാരതന്ത്ര്യത്തിന്റെ നൊമ്പരമറിയുന്നത്. നമ്മളവിടെ താമസിക്കുമ്പോൾ രാത്രിയിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്താ സംഭവം? ഓരോ സ്ഥലങ്ങളിൽ ഗ്യാസ് പൊട്ടിച്ചിട്ട് മുസ്ലിം താമസക്കാരെ കുടിയൊഴിപ്പിക്കുന്ന ക്രൂരതയുടെ കാഴ്ചകളും ശബ്ദങ്ങളുമാണ് കണ്ടത്. നിങ്ങൾക്കറിയോ, ഇതുപോലെ ലോകത്തെ മുഴുവനും നടുക്കിക്കളയുന്ന ദുരന്തം ആവർത്തിച്ചിട്ട് കാലമെത്രയായി? ശക്തിയുള്ള ഒരു ഭരണാധികാരിയും ഇല്ല, പറയാൻ പറ്റുന്ന ഒരു ശക്തിയും ലോകത്തില്ലാതെയായി. ഒരു മനുഷ്യനാണെന്ന് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ,
നമ്മൾ നെഞ്ചിൽ കൊത്തിവെച്ച് ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഈമാൻ മുറുകെ പിടിച്ചുകൊള്ളണം, അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മുടെ സമുദായത്തിന്റെ പെൺകുട്ടികളും ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇന്ന് ഏത് ലോകത്താ ജീവിക്കുന്നെന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷ്ടമുള്ളത് തിന്നണം, ഇഷ്ടമുള്ളത് കുടിക്കണം, ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമുള്ളത് കേൾക്കണം, ഇഷ്ടമുള്ളത് ചെയ്യണം, ഇഷ്ടമുള്ളയിടത്ത് പോവണം. അതിന് ലോകത്ത് വാപ്പയും തടസ്സമല്ല, ഉമ്മയും തടസ്സമല്ല, മതവും തടസ്സമല്ല, പണ്ഡിതനും തടസ്സമല്ല, രാജ്യവും തടസ്സമല്ല, ഒരു തടസ്സമല്ല. ഇങ്ങനെ ഒരു പരമ സ്വാതന്ത്ര്യത്തിലാണോ നമ്മുടെ സമുദായം ജീവിക്കുന്നത്? മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. എങ്കിൽ നമുക്ക് നാളെ മുതൽ ആശങ്കയുടെ നാളുകളാണ്, എങ്കിൽ നമുക്ക് പരീക്ഷണങ്ങളുടെ നാളുകളാണ്, എങ്കിൽ നമുക്ക് പ്രയാസങ്ങളുടെ നാളുകളാണ്. എപ്പോഴാണ് നമുക്ക് പ്രയാസമില്ലാതായി വരിക? ആ ഒറ്റ കാര്യം സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. എപ്പോഴാണോ നമ്മൾ സമ്പൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സറണ്ടർ ആവുന്നത്, എപ്പോഴാണോ ഈ സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്തെത്തുന്നത്, എപ്പോഴാണോ നമ്മുടെ ചിന്തയും വിചാരവും കർമ്മവും അനുഷ്ഠാനവും ആചാരവും എല്ലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുസമക്ഷത്തിലേക്ക് എത്തിച്ചു വെക്കുന്നത്, അന്ന് നമുക്ക് ജയമുണ്ടാകും, അല്ലാതെ നമുക്ക് ജയമുണ്ടാവില്ല. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ യുദ്ധവേളകളിൽ പ്രയാസവും പ്രതിസന്ധിയും നേരിട്ടാൽ ഞങ്ങൾ നേരെ ഓടിച്ചെല്ലും ഇലാ ജനാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഞങ്ങൾ ചെല്ലും. അപ്പോൾ നിങ്ങൾ പറയും, അല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അടുത്തു ചെല്ലാനല്ലേ പറ്റുള്ളൂന്ന്. അതിനുള്ള മറുപടിയാണ് സ്വഹാബികൾ പറഞ്ഞത്, വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ജീവിതം കൊണ്ടും മഹബ്ബത്ത് കൊണ്ടും ഇത്തിബാഅ് കൊണ്ടും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കൂല. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ 10-11 ദിവസം വഅള് നടത്തി, ഇത്ര ആളുകൂടി, ഇത്ര പൈസ പിരിഞ്ഞു, ഇത്ര ഉസ്താദുമാര് വന്നു, ഇത്ര ലൈറ്റ് ഇട്ടു, ഇത്ര വളണ്ടിയർമാര് വന്നു, ഇത്ര ചോറ് കൊടുത്തു എന്ന് കണക്ക് കൂട്ടിയിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിൽ ഇതുകൊണ്ട് ആത്മീയമായ ഉണർവുണ്ടാകുന്നു എന്ന ഒരു ഓഡിറ്റിംഗ് നടത്തണം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ മഹല്ലിലെ, ഈ പരിസരത്തെ മുസ്ലിം ജീവിതങ്ങളിൽ ആത്മീയമായ ഉണർവുണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിൽ ദീനീയായ പുരോഗതി ഉണ്ടാവണം. നമ്മുടെ പുതിയ തലമുറ അനാവശ്യങ്ങളിൽ നിന്ന് മാറി വരണം. നമ്മൾ നന്മയുടെ ആളുകളും പ്രതീകങ്ങളുമായി വരണം. നമ്മുടെ ഹൃദയം പള്ളിയോട് അടുക്കണം. റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി. പള്ളിയോട് ചേർത്ത് വെച്ച ഹൃദയങ്ങൾ ഉണ്ടാവണം. ഹൃദയങ്ങൾ ചേർത്തു വെക്കാൻ ആളുകളില്ലാതെ വരുമ്പോൾ പള്ളികൾ മറ്റാരോ കൊള്ളയടിച്ചു കൊണ്ടുപോകും. ഞാനിത് പറയണത്, ഞങ്ങൾ പോവുകയും കാണുകയും നിസ്കരിക്കുകയും ചെയ്ത് തന്നെ എത്രയോ പള്ളികൾ ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അവിടെയൊക്കെ പിന്നീട് ചെല്ലുമ്പോൾ, കാഴ്ച കാണുമ്പോഴുള്ള ദുഃഖം പറഞ്ഞവതരിപ്പിക്കാനാവില്ല. പാർക്കുകളോ പാർക്കിങ്ങുകളോ സ്ട്രീറ്റുകളോ ആയി മാറിപ്പോയി. 1, 2, 10 പറയാനുള്ളത്. അവിടെയെല്ലാം നമ്മൾ എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യമുണ്ട്.
നമ്മൾ നമ്മുടെ പക്കലുള്ള പള്ളികൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആരാധന കൊണ്ട് ഹയാത്താക്കിയാൽ ഇവിടെ ആരും വരില്ല. നമുക്കതിനുള്ള ഉണർവും ബോധവുമില്ലേ? എവിടെയും അക്രമികളെത്തും, എവിടെയും പരീക്ഷണങ്ങൾ വരും, എവിടെയും ദുരന്തങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പവിത്രമായ മിഅ്റാജിന്റെ ഓർമ്മകളുള്ള റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പ്രഖ്യാപനം നടത്തിയ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന വിലാസം കിട്ടിയ മാസമാണ്. ആ സിദ്ദീഖ് തങ്ങൾ സിദ്ദീഖായത് മിഅ്റാജിലൂടെയാണ്, ഇസ്രായിലൂടെയാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് അവിടുന്ന് അവതരിപ്പിച്ച പുണ്യപ്രഭുവിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച മഹബ്ബത്തിന്റെ മദീനയിലേക്ക് ചേരാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. നല്ല സ്വകാര്യഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും 100 ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അക്ഷരമറിയാത്തവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനും, തുണിയും കുപ്പായം ഇല്ലാത്തവർക്ക് തുണിയും കുപ്പായം ഉണ്ടാക്കി കൊടുക്കാനും, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും, കിണറില്ലാത്തവർക്ക് കിണറുണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ആയി 100ഓളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു യത്തീംഖാന വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിലുണ്ട്. ആ യത്തീംഖാന തുടങ്ങിയത് ഞങ്ങൾ ഒരിക്കൽ ഗ്രാമസന്ദർശനത്തിന് ഇറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ വാപ്പ എയ്ഡ്സ് വന്ന് മരിച്ചുപോയതാണ്, ഉമ്മ കോവിഡ് വന്ന് മരിച്ചുപോയതാണ്, 4 മക്കൾ യത്തീമുകളാണ്. അവരെ ഏറ്റെടുക്കാനൊന്നുമില്ല, ആരുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ആ യത്തീംഖാന അവിടെ തുടങ്ങിയത്. അങ്ങനെ യത്തീംഖാന തുടങ്ങാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ തുടങ്ങി നോക്കുമ്പോൾ എത്രയോ യത്തീം മക്കള്, ഒരു 40-45 വയസ്സിൽ ഒരാൾ ആ നാട്ടിൽ മരിച്ചുപോയാൽ അയാൾക്ക് 4, 5, 6 മക്കളുണ്ടാവും ചിലപ്പോൾ. ആ പെൺകുട്ടി, ആ സ്ത്രീ ഈ മക്കളെയും കൊണ്ട് പാടത്ത് പോയി പണിയെടുക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ആ മക്കളെയും കൊണ്ട് പാടത്ത് പോകും, ഉരുളക്കിഴങ്ങ് പെറുക്കി ചാക്കിലാക്കി കൊടുക്കും, പാടത്ത് പണിയെടുക്കും. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരും കുറച്ചുകൂടി ആലു പറക്കി ഇട്ട് കൊടുക്കും. അങ്ങനെ കുട്ടികളും ക്രമേണ പാടത്ത് പണിക്കാരായി മാറും. ഇങ്ങനെയുള്ള ദൈന്യതയുള്ള ഒരുപാട് കാഴ്ചകൾ ബംഗാളിലും ബീഹാറിലും ആസാമിലും ഹരിയാനയിലും അതുപോലെ യുപിയുടെ വ്യത്യസ്ത ഉൾഗ്രാമങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ പോരാ? നമ്മളിവിടെ കമനീയമായ പള്ളി ഉണ്ടാക്കിയിട്ട് ജുമഅക്ക് പോകാൻ നേരമില്ല നമുക്ക്. അവിടെ ഞങ്ങൾ ഒരിക്കൽ നയാപ്പോള നൽസർ എന്ന ഗ്രാമത്തിലെത്തുമ്പോൾ പാടത്ത് ചളി അടിച്ചു നിരത്തിയിട്ട് പനമ്പ് കൊണ്ട് കവർ ചെയ്ത ഒരു ഓല എടുത്തിട്ട് അവിടെ മിഹ്റാബാക്കിയിട്ടുണ്ട്. അവിടെയാണ് അവർ ജുമഅ നിസ്കരിക്കുന്നത്. അവരോട് ഞങ്ങൾ പറഞ്ഞു പള്ളി തരാമെന്ന്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പള്ളിയൊന്നുമില്ല. അവരോട് പിന്നെന്താ പറയാ? അങ്ങനെ അൽഹംദുലില്ലാ നല്ലവരായ സഹോദരങ്ങളെ സഹായിച്ചിട്ട് ഇന്നവിടെ മനോഹരമായൊരു ജുമഅത്ത് പള്ളിയുണ്ട്. മറ്റൊരിക്കൽ ഞങ്ങൾ ബീഹാറിലെ കട്ടിഹാറിലെ ബാർസോയിൽ ചെല്ലുമ്പോൾ 200 ചില്ലാനം ആളുകൾ ഒരു ടോയ്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴി, ചാക്കുകൊണ്ട് മറച്ച ഒരു കുഴിയിലാണ് അവർ ടോയ്ലറ്റ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരുകാരനായ ഒരു സഹോദരനും കോഴിക്കോട് ജില്ലയിലെ തലയാടുകാരനായ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഇവിടെ നമുക്ക് കുറച്ച് ബാത്റൂം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ 20 ടോയ്ലറ്റുകൾ അവിടെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ കാണുന്ന ദുഃഖങ്ങളാണ്. നമ്മൾ അവിടേക്കൊക്കെ യാത്ര ചെയ്യേണ്ടതുകൊണ്ടും സംഘാടന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് കൊണ്ടുമാണ് നമുക്ക് ചിലപ്പോഴൊക്കെ വിളിക്കുമ്പോൾ വരാതിരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വരാൻ സൗകര്യപ്പെടാത്തത്. അതിൽ നിങ്ങളാരും വിഷമം വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഇന്ന് ഏകദേശം ഓരോ മാസവും 20 ലക്ഷം രൂപ സാലറി കൊടുക്കണം. ആർക്കാണ്? അക്ഷരമറിയാത്ത കുട്ടികൾക്ക് അക്ഷരം അങ്ങോട്ട് വണ്ടിയിൽ ഒരു അധ്യാപകനെയും ഒരു ബോർഡും ഒരു ടിവിയും ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് ഗ്രാമങ്ങളിൽ പോയി ഓപ്പണായ പ്ലേസിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ
സ്കൂൾ ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന വിദ്യാലയങ്ങളുണ്ട് നമ്മൾ നടത്തുന്നത്. ഒരു കെട്ടിടം ഉണ്ടാക്കി പഠിപ്പിക്കാൻ നമുക്ക് വേഗം കഴിയൂലല്ലോ, അതുകൊണ്ട് വണ്ടിയിൽ പോയിട്ട് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ഈ മാസം 21 മുതൽ 25 വരെ അത്തരം ഗ്രാമങ്ങളിൽ നമ്മൾ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റുമായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ നല്ല ടീമുകളായി വന്ന് ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ചിലപ്പോൾ ശരീരം കൊണ്ട് ചെയ്യാവുന്ന സേവനമുണ്ടാകും. ചിലപ്പോൾ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ നാട്ടിലുള്ള ആളുകൾ 4 പേര് കൂടി അവിടെ വന്ന് അവരുടെ കായികാധ്വാനം, അവർക്ക് പടവറിയുന്നവരാണെങ്കിൽ, മറ്റെന്തെങ്കിലും അത്തരം വർക്കുകൾ അറിയുന്നവരാണെങ്കിൽ അതെങ്കിലും സേവനമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഒരിക്കൽ ചെല്ലുമ്പോൾ ആട്ടിൻകുട്ടികൾ താഴെയുണ്ട്. അതിൻ്റെ അഥവാ ഒരു ചെറിയ റൂമെന്ന് പറയാനില്ല, ഈ സ്റ്റേജിന്റെ 4/1 വലിപ്പമേ ഉള്ളൂ. അതിനുള്ളിലാണ് ഒരു കുടുംബം താമസിക്കുന്നത്. ആ കട്ടിലിന്റെ അടിയിൽ തന്നെയാണ് ആ തൊഴുത്തുമുള്ളത്. അവിടെ നിന്ന് നമുക്ക് കരയുകയല്ലാതെ വേറെ നിർവാഹമില്ല. ഹിമാചൽ പ്രദേശിലെ ക്ഷീരതൊഴിലാളികളുടെ ഉപജീവനം നടത്തുന്നവരുടെ തമ്പിൽ പോയി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളെ അവിടെ കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ അവരുണ്ടാക്കി തന്നു, ഗ്രാമീണ ഭക്ഷണം. താമസിക്കാൻ ഞങ്ങൾക്ക് കയറുകളുടെ കട്ടിൽ തന്നു. രാത്രിയായപ്പോൾ ഉണ്ട് ആ വീട്ടുകാരൊക്കെ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് വരണം. നോക്കുമ്പോൾ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ ഒക്കെ അടിയിൽ ആട്ടുംകുട്ടികളും പശുക്കുട്ടികളും ഒക്കെ ഉണ്ട്. അതാണ് അവർ താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. ഇപ്പോഴും 40 കിലോമീറ്റർ പോയിട്ട് ഒരു ജുമാ നിസ്കരിക്കേണ്ടവരുണ്ട്. 7 കിലോമീറ്റർ പോയിട്ട് ഒരു മദ്രസ പഠിക്കേണ്ടവരുണ്ട്. ഈ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ അറിയണം. 20 കോടിയിലേറെ വരുന്ന മുസ്ലിങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. 6 അറബ് രാജ്യങ്ങളിലും കൂടി 5.5 കോടി ജനങ്ങളേ ഉള്ളൂ. അതിൻ്റെ 4 ഇരട്ടി മുസ്ലിംകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അവരിൽ എത്രയോ ആളുകൾ, അതിൽ 85 ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിലുള്ളൂ. ബാക്കി എല്ലാവരും കേരളത്തിന് പുറത്താണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞ് കഴിയുന്ന സേവനങ്ങളൊക്കെ ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.